നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,80,503 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ആക്ഷേപങ്ങളും പരാതികളും ഇന്ന് മുതൽ തന്നെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. SIR നടപടികൾ നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. 2025 വോട്ടർ പട്ടികയിലുണ്ടായിരുന്നത് 2,78,00,000 പേർ. SIR എന്യൂമറേഷൻ പൂർത്തിയായപ്പോൾ 24,08,000-ലധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ബാക്കി 2,52,42,352 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം നേടി. ഒഴിവാക്കിയതിൽ 6,49,000-ലധികം പേർ മരിച്ചവരുടെ പട്ടികയിലാണ്. 6,45,000-ലധികം പേർ കണ്ടെത്താൻ കഴിയാത്തവരുടെ വിഭാഗത്തിലും 8,16,000-ലധികം പേർ താമസം മാറിയവർ എന്ന വിഭാഗത്തിലും ഉൾപ്പെട്ടു. കൂടാതെ 1,36,000-ലധികം പേർ ഒന്നിലധികം തവണ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ്. എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാത്ത 1,60,000-ലധികം പേരെ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കി. കരട് പട്ടികയിൽ പരാതികൾ ജനുവരി 22 വരെ സമർപ്പിക്കാം. അൺകളക്റ്റബിൾ ആയി വന്നിട്ടുള്ള ലിസ്റ്റിലെ ആരെങ്കിലും ഷിഫ്റ്റഡ് ആയിട്ടുള്ളവരോ ആബ്സെന്റ് ആയിട്ടുള്ളവരോ ആർക്കെങ്കിലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിലെ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതിനൊപ്പം ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. ഈ ഡിക്ലറേഷൻ ഫോം അത് കൂടി പൂരിപ്പിച്ച് നൽകണം. ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസിന്റെ പീരിയഡ് 23 ഡിസംബർ മുതൽ 22 ജനുവരി വരെ ഉള്ളതാണ്. തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കരട് വോട്ടർ പട്ടികയുടെ കോപ്പി ജില്ലാ കളക്ടർമാർ മുഖേന വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും കൈമാറി. പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിയോജക മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലോ എപ്പിക് നമ്പർ നൽകിയോ പരിശോധിക്കാവുന്നതാണ്. ബൂത്ത് തലത്തിൽ പട്ടികയുടെ PDF ഡൗൺലോഡ് ചെയ്തും പരിശോധിക്കാം. ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 24 തിരുവനന്തപുരം. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെ തള്ളി AI ഗ്രൂപ്പുകൾ. VK മിനിമോൾ ആദ്യ ടൈം കൊച്ചിയുടെ മേയറാകും. രണ്ടാം ടൈം A ഗ്രൂപ്പ് പിന്തുണയുള്ള ഷൈനി മാത്യുവിന് നൽകാനും ധാരണ. ദീപക് ജോയിയും KVP കൃഷ്ണകുമാറും ടേം വ്യവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർമാരാകും. ആദ്യം മുതൽ ഉയർന്നത് 3 പേരുകൾ: ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ തട്ടി ചർച്ചകൾ മാറിയപ്പോൾ ദീപ്തിക്ക് മേയർ സ്ഥാനം നഷ്ടമായി. I ഗ്രൂപ്പ് മിനിമോൾക്ക് വേണ്ടി പിടിമുറുക്കി. A ഗ്രൂപ്പ് ഷൈനി മാത്യുവിനൊപ്പവും. വിജയിച്ച 42 കൗൺസിലർമാരിൽ 20ഓളം പേർ ഷൈനി മാത്യുവിനെയും 17 പേർ VK മിനിമോളെയും പിന്തുണച്ചു. 4 പേരാണ് ടേം വ്യവസ്ഥയിൽ ദീപ്തിയെ അംഗീകരിച്ചത്. പാർലമെന്ററി പാർട്ടി അംഗീകരിച്ച പേരിനാണ് പ്രാധാന്യം നൽകിയതെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. തെരഞ്ഞെടുപ്പിന് ശേഷം KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ ഈ അധ്യക്ഷൻ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ചർച്ചകൾ തുടങ്ങിയത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നേതാക്കന്മാരുമായി സംസാരിച്ചു. ഇപ്പോൾ ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരുമായി കൂടിയാലോചനകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥിമാരെ തീരുമാനിച്ചത്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മേയർ VK മിനിമോൾ പറഞ്ഞു. വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വലിയൊരു അംഗീകാരമായി കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും കൂടുകയാണ്. കൊച്ചിയിലെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ടീം UDFന്റെ ഒരു കൂട്ടായ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ദീപക് ജോയിയും KVP കൃഷ്ണകുമാറും ടേം വ്യവസ്ഥയിൽ ഡെപ്യൂട്ടി മേയർമാരാകും. 24 കൊച്ചി. മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ എറണാകുളം UDFൽ പടലപ്പിണക്കം. മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കിയ ദീപ്തി മേരി വർഗീസ് നേതൃത്വം മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടു. കത്ത് നൽകിയിട്ടും ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ മുസ്ലിം ലീഗും വിയോജിപ്പുമായി രംഗത്തുവന്നു. ദീപ്തിയെ പിന്തുണച്ച് മാത്യു കുഴൽനാടൻ MLA രംഗത്തുവന്നു. പരിഭവമില്ല എന്ന് പറയുമ്പോഴും മേയർ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ എതിർപ്പറിയിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ദീപ്തി മേരി വർഗീസ് കത്ത് നൽകി. KPCCയുടെ സർക്കുലർ പോലും അവഗണിച്ചുകൊണ്ട് ജില്ലാ നേതൃത്വമെടുത്ത തീരുമാനത്തിൽ മറുപടി പറയണമെന്നാണ് ദീപ്തിയുടെ ആവശ്യം. KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. അതിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല. അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് പിന്നാലെ തങ്ങളെ പൂർണ്ണമായി അവഗണിച്ചതിലുള്ള അതൃപ്തിയും ലീഗ് മറച്ചുവച്ചില്ല. ആവശ്യപ്പെട്ട ഡെപ്യൂട്ടി മേയർ സ്ഥാനം പരിഗണിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നാണ്
മുസ്ലിം ലീഗിന്റെ നിലപാട്. മുന്നണി സമവാക്യങ്ങൾ മറന്ന് വേണ്ടിവന്നാൽ സഭയിൽ ഒറ്റയ്ക്കിരിക്കാനാണ് ലീഗിന്റെ തീരുമാനം. ഞങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ 2 ടേമായിട്ട് മേയറും 2 ടേമായിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഒരു ക്ലെയിം ഇവിടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തുണ്ട്. അത് ഞങ്ങൾക്ക് ലഭിക്കണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ലീഗിനുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാന നേതൃത്വം വഴി UDF-ൽ ചർച്ചയാക്കാനാണ് നിലവിലെ തീരുമാനം. 24 കൊച്ചി. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരൽ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിവിധ പരാമർശവുമായി BJP നേതാവ് C. കൃഷ്ണകുമാർ. കള്ളുകുടിച്ചാണ് കാരൽ നടത്തിയത് എന്നും കാരോൾ സംഘം മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയതും C. കൃഷ്ണകുമാർ ആരോപിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ആശങ്കാജനകമെന്ന് സീറോ മലബാർ സഭ പ്രതികരിച്ചു. പാലക്കാട് പുതുശ്ശേരിയിൽ കുട്ടികളുടെ കാരോൾ സംഘത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം RSS പ്രവർത്തകനായ അശ്വിൻ രാജിന്റെ ആക്രമണമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് BJP നേതാവ് C. കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ: ഞാൻ പറയുന്നത് ആ പോയ സംഘം മദ്യപിച്ചിട്ട് അവിടേക്ക് ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് CPM-ന്റെ ക്രിമിനൽ സംഘം പോയതാ. കുട്ടികൾ കള്ളുകുടിച്ചെത്തിയെന്നാണോ പറയുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പൊതുവായി പറഞ്ഞതെന്ന് C. കൃഷ്ണകുമാറിന്റെ വിശദീകരണം. ഞാൻ ഈ പോയ ആളുകളല്ല പറഞ്ഞു, മദ്യപിച്ച് കരോളിന്റെ പേരിൽ പോകുന്നത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. മാന്യമായല്ലാതെ കാരോൾ നടത്തിയാൽ അടി കിട്ടുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, നല്ല അടി കിട്ടും. ആക്രമണത്തെ അപലപിച്ച് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ രംഗത്തെത്തി. ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലപനമാണ്. ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ആയാലും അത് വെറുതെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചു വിട്ടാൽ പോലും അതൊരു അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരാൻ പാടില്ല. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കാരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്ന് DYFI. എവിടെയെല്ലാം കരോളുകൾ അവർ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പ്രതിഷേധത്തിന്റെ കരോളുമായി DYFI രംഗത്തുണ്ടാവും. ബാൻഡിൽ CPIM എന്നെഴുതിയത് കണ്ട് പ്രകോപിതനായ അശ്വിൻ കുട്ടികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നും മർദ്ദിച്ചുവെന്നും ബാൻഡ് ചവിട്ടിപ്പൊട്ടിച്ചെന്നുമാണ് പരാതി. വധശ്രമം, കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് RSS പ്രവർത്തകനായ അശ്വിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 പാലക്കാട്. അതേസമയം ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ വീണ്ടും ആക്രമണം. മതപരിവർത്തനം ആരോപിച്ച് BJP വനിതാ നേതാവിന്റെ നേതൃത്വത്തിൽ കാഴ്ചപരിമിതിയുള്ള യുവതിയെ അടക്കം കയ്യേറ്റം ചെയ്തു. സമാധാനപരമായി ക്രിസ്മസ് ആഘോഷിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടപടി സ്വീകരിക്കണമെന്ന് CBCI ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മിഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആഘോഷ പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. ജോൺസൺ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച നടന്ന പരിപാടിക്കിടെ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജു ഭാർഗവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തിയാണ് സംഘർഷമുണ്ടാക്കിയത്. മതപരിവർത്തനം ആരോപിച്ചാണ് അക്രമി സംഘം സംഘാടകരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. മതപരിവർത്തനം അല്ലെന്നും എല്ലാ വർഷവും നടക്കുന്ന ആഘോഷ പരിപാടിയാണെന്നും വിശദീകരിച്ച കാഴ്ചപരിമിതിയുള്ള യുവതിയെ അഞ്ജു ഭാർഗവ കയ്യേറ്റം ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റം നടന്നത്. എന്നാൽ സംഭവത്തിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിൽ CBCI അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. അഞ്ജു ഭാർഗവയെ BJP-യിൽ നിന്നും ഉടൻ പുറത്താക്കണമെന്നും CBCI ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിക്കും. കത്തീഡ്രൽ ചർച്ച് ഓഫ് ദി റിഡംപ്ഷൻ ആണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. രാവിലെ 8:30 പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ D. മണി എന്ന ദാവൂദ് മണിയെ കേന്ദ്രീകരിച്ച് SIT-യുടെ അന്വേഷണം. ചെന്നൈയിലുള്ള D. മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധമുണ്ട് എന്ന നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. 2019-20 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. D. മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു.
ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്ന മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിവരം നൽകാത്തതും പ്രതിസന്ധിയാണ്. പാളികൾ ഉരുക്കിയെടുത്ത സ്വർണമെന്ന നിലയിൽ ഗോവർദ്ധൻ SITക്ക് സ്വർണം നൽകിയത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും SIT വിലയിരുത്തുന്നു. ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണത്തിന്റെ VSSCയിലെ പരിശോധനാ ഫലം നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഓഫീസർമാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വാധീനം തുടർന്നാൽ ഉറപ്പായും പേര് പറയുമെന്നും VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ പലതും തുറന്നു പറയുമെന്ന് CPIMന് പേടിയുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെത്തിച്ച് UDF എന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉയർത്തിയാണ് മന്ത്രിയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിട്ടും മാർക്സിസ്റ്റ് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. നടപടി സ്വീകരിച്ചാൽ നടപടിക്ക് വിധേയരാകുന്ന ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് MV ഗോവിന്ദൻ ഇപ്പോഴും ഈ പ്രതികളെ സംരക്ഷിക്കുന്നത്. ശബരിമലയിലെ പുണ്യത്തെ പോലും കച്ചവടമാക്കിയ പാരമ്പര്യമാണ് UDFനുള്ളത്. പിന്നെ കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങയുടെ ഇരുവശത്ത് നിൽക്കുന്ന പ്രാദേശിക നേതാക്കൾക്ക് ഈ സ്വർണ്ണക്കൊള്ള പ്രതികളുമായുള്ള അവിശുദ്ധ ബന്ധം എന്താണെന്ന് ജനങ്ങളോട് തുറന്നു പറയുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ട്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ ലോക്ഭവൻ പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും കൂട്ടത്തിലാണ് സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കറിൽ നിന്ന് കലണ്ടർ ഏറ്റുവാങ്ങി പ്രസിദ്ധീകരിച്ചത്. ജയിലിലെ തടവുകാർക്ക് സൌകര്യമൊരുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. ജയിൽ ആസ്ഥാനത്തെ DIG ആയി തുടർന്നാൽ കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന വിജിലൻസ് ശുപാർശ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ ആക്ഷേപമുയർന്നിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി ഉൾപ്പെടെയുള്ളവരിൽ നിന്നും MK വിനോദ് കുമാർ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. 2022 2023 MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും കത്തുകളും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് നൽകിയെങ്കിലും വിനോദ് കുമാർ തന്നെ ഇടപെട്ട് അട്ടിമറിച്ചിരുന്നു. വിയ്യൂർ ജയിലിൽ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു നടപടിയെടുക്കാതെ സംരക്ഷിച്ചത്. പിന്നാലെയാണ് കൊടും കുറ്റവാളികൾക്ക് അന്യായമായി പരോൾ നൽകാനും സൗകര്യങ്ങൾ ലഭ്യമാക്കാനും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയത്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടിയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ശുപാർശ റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് നൽകി 4 ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതിരുന്നത് ചർച്ചയായിരുന്നു. പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് MK വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിനോദ് കുമാറിന്റെ പൂജപ്പുരയിലെ ക്വാർട്ടേഴ്സിലും ആലപ്പുഴയിലെ വീട്ടിലും വിജിലൻസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. 24, തിരുവനന്തപുരം. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഗീരിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ഗുരുതര വീഴ്ച. മർദ്ദനം നടത്തിയ പലരും രക്ഷപ്പെട്ടുവെന്ന നിഗമനം. അതിനിടെ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികൾക്കെതിരെ പോലീസ് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആൾക്കൂട്ടത്തിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായി രാംനാരായൺ കൊല്ലപ്പെട്ടത്. ആദ്യ ദിവസങ്ങളിൽ പിടികൂടാൻ കഴിയാത്തതിനെ തുടർന്ന് പലരും രക്ഷപ്പെട്ടെന്ന സംശയമാണ് ഉയരുന്നത്. ഇവർക്കായി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അന്വേഷണം നടത്താനാണ് തീരുമാനം. മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതും വീഴ്ചയായി. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇതിനിടെ ആൾക്കൂട്ടക്കൊലയിൽ 2 പേർ കൂടി അറസ്റ്റിലായി. വിനോദ്, ജഗദീഷ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS എന്ന ആരോപണം CPIM ആവർത്തിച്ചു. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷത്തിന്റെ ഇരയാണ് രാംനാരായൺ
ബാഗേൽ. ക്രൂരകൃത്യത്തിന് പിന്നിലെ സംഘപരിവാർ ബന്ധം ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ആരോപണത്തിൽ BJPയുടെ മറുപടി ഇങ്ങനെ: MP രാജേഷും DCC പ്രസിഡന്റും പരസ്യമായിട്ട് കേരളത്തിലെ ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാവണം. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മാപ്പ് പറയാനാണ് തയ്യാറാവേണ്ടത്. പ്രതികളുടെ അനുഭാവം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കേസിന് ആവശ്യമെങ്കിൽ പിന്നീട് അന്വേഷിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. അതിലുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യാനത് പോലീസിന്റെ ദൗത്യമാണ്. അത് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ദാറ്റ് അതർ തിങ്സ് ഓഫ് നോ അവർക്കുള്ള അനുഭവങ്ങളോ ഇതെല്ലാം സെക്കൻഡറി ടു വാസ് ആക്ച്വലി. അതേസമയം രാംനാരായണിന്റെ മൃതദേഹം വിമാനമാർഗം ജന്മനാടായ ഛത്തീസ്ഗഡിൽ എത്തിച്ചു. ആൾക്കൂട്ടക്കൊലയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 പാലക്കാട്. നോക്കാം ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് ഭക്തിസാന്ദ്രമായി കർപ്പൂരാഴി. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി സന്നിധാനത്തെ ദേവസ്വം ജീവനക്കാരുടെ വഴിപാടായാണ് കർപ്പൂര ദീപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരിതെളിയിച്ചാണ് കർപ്പൂര ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ച് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട രഥഘോഷയാത്ര വെള്ളിയാഴ്ച സന്നിധാനത്തെത്തും. മണ്ഡലപൂജയ്ക്ക് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ശനിയാഴ്ചയാണ് മണ്ഡലപൂജ. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ന്യൂ രാജസ്ഥാൻ മാർബിൾസിൽ വമ്പൻ ഓഫർ. 2x2 പ്രീമിയം ക്വാളിറ്റി 23 രൂപ മുതൽ ലഭ്യമാകും. 4x2 പ്രീമിയം ക്വാളിറ്റി 28 രൂപ മുതലും ലഭിക്കും. വലിപ്പം കൂടിയ എല്ലാ ടൈൽസിനും സ്ക്വയർ ഫീറ്റിന് 30 രൂപ മുതൽ 40 രൂപ വരെ മാത്രമാണ് വില. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ന്യൂ രാജസ്ഥാൻ മാർബിൾസിനൊപ്പം ആഘോഷിക്കാമെന്ന് ചെയർമാൻ C വിഷ്ണു ഭക്തൻ പറഞ്ഞു. വാർത്താമഴ പൂർണ്ണമാകും. ഗുഡ് നൈറ്റ്.